ഹലോ ഗൈസ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പരിചയപ്പെടുന്നത് എക്സൽ ഫോമിലെ സേവ് ചെയ്ത പേരും മൊബൈൽ നമ്പറും എങ്ങനെയാണ് നമ്മളെ ഗൂഗിൾ കോണ്ടാക്ട്സിലേക്ക് വരുന്നതും ഗൂഗിൾ കോണ്ടാക്ട്സ് നിന്ന് എങ്ങനെയാണ് നമ്മുടെ മൊബൈൽ ഫോണിലേക്ക് കോണ്ടാക്ട്സ് ആയിട്ട് വരുന്നതും എന്ന വീഡിയോ ആണ് ഞാൻ ചെയ്യുന്നത്. നിങ്ങൾക്കറിയാം, ഒരു ഫോണിലൊരു കോണ്ടാക്ട് സേവ് ചെയ്യുന്നു, അതായത് നിങ്ങൾ ഫോൺ നമ്പറും അതേപോലെ തന്നെ നെയിമും ടൈപ്പ് ചെയ്തിട്ട് എന്ത് ചെയ്യുന്നു, സേവ് ചെയ്യുന്നു. ആ സേവ് ചെയ്യുന്ന സമയത്ത് ചോദിക്കാറുണ്ട്, ഫോണിൽ സേവ് ചെയ്യണോ, അതേപോലെ തന്നെ മെയിലിൽ സേവ് ചെയ്യണോ, അതേപോലെ തന്നെ സിമ്മിൽ സേവ് ചെയ്യണോ എന്നൊക്കെ ചോദിക്കാറുണ്ട്. നിങ്ങൾ അഥവാ ഫോണിലാണ് സേവ് ചെയ്യുന്നെങ്കിൽ അത് ഫോൺ സ്റ്റോറേജിലേക്കാണ് എന്ത് ചെയ്യുന്നത്, കോണ്ടാക്ട്സ് സേവ് ആകുന്നത്. അഥവാ നിങ്ങളുടെ ഫോണ് കംപ്ലൈൻ്റ് ആയി കഴിഞ്ഞാൽ പിന്നെ ആ കോണ്ടാക്റ്റ് തിരിച്ചു കിട്ടാൻ പ്രയാസമായിരിക്കും. അതേപോലെ തന്നെ സിമ്മിലാണ് സേവ് ചെയ്യുന്നത്. സിമ്മിൽ സേവ് ചെയ്യുന്ന അതിലൊരു ലിമിറ്റ് ഉണ്ട്. അത് സ്റ്റോറേജ് വേണ്ടിക്ക് എന്ത് ചെയ്യാം, എല്ലാ സിമ്മിലും ഒരു ഇത്ര സ്റ്റോറേജ് എന്ന് പറഞ്ഞൊരു ലിമിറ്റ് ഉണ്ട്. ആ സ്റ്റോറേജ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കോണ്ടാക്ട്സുകൾ ഫുൾ എന്ന് പറഞ്ഞിട്ട് കാണിക്കും. അതുകൂടാതെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ജിമെയിലിൽ നിങ്ങളെ കോണ്ടാക്ട്സ് സേവ് ചെയ്യാം. അതായത് ഗൂഗിൾ കോണ്ടാക്ട്സിൽ നിങ്ങൾക്ക് നിങ്ങളെ കോണ്ടാക്ട്സ് സേവ് ചെയ്യാം. ഓക്കെ, ഇങ്ങനെ സേവ് ചെയ്തതിനുള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ഏത് മെയിൽ വെച്ചിട്ടുള്ള ഗൂഗിൾ കോണ്ടാക്ട്സിലാണോ സേവ് ചെയ്തത് ആ മെയിൽ വേറൊരു ഡിവൈസിൽ വേറൊരു ഫോണിൽ ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങളെ കോണ്ടാക്ട്സ് എല്ലാം നിങ്ങൾക്ക് പിന്നീട് എടുക്കാവുന്നതാണ്. നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോകുന്നില്ല. ഓക്കെ, അതായത് നമ്മൾ ക്ലൗഡിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, നമ്മളെ കോണ്ടാക്റ്റുകൾ സേവ് ചെയ്യുന്നത്. നമുക്ക് എപ്പം വേണ്ടിക്കലും ആ ഒരു കോണ്ടാക്റ്റ് ആക്സസ് ചെയ്യാൻ പറ്റും. നമ്മളെ മെയിൽ വെച്ച് കയറി കഴിഞ്ഞാൽ ഏത് മെയിലാണോ സേവ് ചെയ്തത് ആ മെയിലിൽ കയറി കഴിഞ്ഞാൽ ഗൂഗിൾ കോണ്ടാക്ട്സിലേക്ക് കയറി കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആ ഒരു കോണ്ടാക്റ്റുകൾ ലഭിക്കും. നമ്മൾ സേവ് ചെയ്ത കോണ്ടാക്റ്റുകൾ തിരിച്ച് ലഭിക്കുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ നമ്മൾ എക്സൽ ഫോമിൽ എങ്ങനെയാണ് ഗൂഗിൾ കോണ്ടാക്റ്റിലേക്ക് ആക്കുന്നത്, ഗൂഗിൾ കോണ്ടാക്റ്റിൽ നിന്ന് എങ്ങനെയാണ് നമ്മളെ ഫോണിലേക്ക് ആഡ് ചെയ്യുന്നത്, ഇതാണ് ഞാൻ സിമ്പിളായിട്ടുള്ളൊരു വീഡിയോ ആണ് ചെയ്യുന്നത്. നമുക്ക് ആദ്യം തന്നെ എക്സലിൽ ഒരു മൊബൈൽ നമ്പറും ഒരു പേരും സേവ് ചെയ്തിട്ട് എങ്ങനെയാണ് നമുക്ക് ഗൂഗിൾ കോണ്ടാക്റ്റിലേക്ക് വരുന്നത് നോക്കാം. നിങ്ങൾക്ക് ഒന്ന് കൂടുതൽ പേരും അതേപോലെ തന്നെ നെയിമും സേവ് ചെയ്യാം. ഞാനിപ്പം ജസ്റ്റ് സാമ്പിളായിട്ട് ഒരു പേരും ഒരു മൊബൈൽ നമ്പറും സേവ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പം നമ്മൾ ആദ്യം തന്നെ സ്റ്റാർട്ട് മെനു പോയിട്ട് എക്സൽ, നിങ്ങൾക്ക് എക്സൽ എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നു. മൈക്രോസോഫ്റ്റിൻ്റെ ഓഫീസ് പാക്കേജിൻ്റെ കൂടെ വരുന്നതാണ് എക്സൽ. സ്പ്രെഡ്ഷീറ്റ് പ്രോഗ്രാം എന്നും പറയും. ഓക്കെ, എക്സൽ ഓപ്പൺ ചെയ്ത ശേഷം ബ്ലാങ്ക് വർക്ക് ബുക്ക് എടുക്കാം. അതിൽ നമ്മൾ ഫസ്റ്റ് നെയിം എന്ന് പറഞ്ഞ കോളം ടൈപ്പ് ചെയ്യാം. കോളത്തിൻ്റെ പേര് നെയിം എന്ന് പറഞ്ഞിട്ട് കൊടുക്കാം. ഫസ്റ്റ് കോളത്തിൻ്റെ പേര് നെയിം, അതേപോലെ തന്നെ രണ്ടാമത്തെ കോളത്തിൻ്റെ പേര് ഫോൺ എന്ന് പറഞ്ഞിട്ട് കൊടുക്കാം. ഓക്കെ, ഞാൻ എൻ്റെ ഒരു പേര് ടൈപ്പ് ചെയ്യണം, ഫോൺ നമ്പറും ടൈപ്പ് ചെയ്യണം. ഓക്കെ, ഇനി അതിന് ശേഷം ഈ ഫയൽ സേവ് ചെയ്യണം. ഫയലിൽ പോയിട്ട് സേവ് ചെയ്യുമ്പോൾ എവിടെയാണ് സേവ് ചെയ്യേണ്ടതെന്ന് ചോദിക്കുന്നു. ഞാൻ ദിസ് പി സിയിൽ ഡോക്യുമെൻറ്റിലാണ് സേവ് ചെയ്യുന്നത്. ഓക്കെ, ബുക്ക് 1 എന്ന് പറഞ്ഞിട്ടാണ് ഉള്ളത്. അത് ഞാൻ പേര് മാറ്റിയിരുന്നു, മൈ കോണ്ടാക്ട്സ് എന്ന് പറഞ്ഞിട്ട് സേവ് ചെയ്യും. ഓക്കെ, അതിന് ശേഷം സേവ് ആസ് എന്ന് പറഞ്ഞ ഓപ്ഷൻ കണ്ടു ഇവിടെ. ഈ സേവ് ആസ് ടൈപ്പ് എന്ന് പറഞ്ഞ ഓപ്ഷനിൽ പോയിട്ട് നിങ്ങൾ CSV എന്ന് പറഞ്ഞ ഫോർമാറ്റിൽ സേവ് ചെയ്യാം. ഓക്കെ, CSV എന്ന് പറഞ്ഞ ഫോർമാറ്റിൽ സേവ് ചെയ്ത ശേഷം സേവ് കൊടുക്കുക. അത് സേവ് ആയിട്ടുണ്ട്. ഓക്കെ, ഇനി അതിന് ശേഷം ഇത് ക്ലോസ് ചെയ്യാം. അടുത്തതായിട്ട് നമ്മൾ ബ്രൗസർ എടുക്കുക. നിങ്ങൾക്ക് ക്രോം എടുക്കാം, അതേപോലെ തന്നെ മോസില്ല ഫയർഫോക്സ് എടുക്കാം. ഞാനിപ്പോൾ എഡ്ജ് എന്ന് പറഞ്ഞ മൈക്രോസോഫ്റ്റിൻ്റെ ബ്രൗസറാണ് എടുക്കുന്നത്. അതിൽ നമ്മൾ ജിമെയിൽ, ഏത് മെയിലിലാണോ നിങ്ങൾക്ക് ഈ ഒരു കോണ്ടാക്റ്റ് ഇമ്പോർട്ട് ചെയ്യേണ്ടത് ആ ഒരു മെയിൽ ഓപ്പൺ ചെയ്യാം. ഞാൻ എന്ത് ചെയ്യുന്നു, ജിമെയിലിൽ സൈൻ ചെയ്യാം. ഓക്കെ, എൻ്റെ ആദ്യമുള്ള ഓൾറെഡി ഉള്ളത് മെയിലിൽ ഞാൻ സൈൻ ചെയ്യാൻ നോക്കുകയാണ്. നിങ്ങൾ സൈൻ ചെയ്യുക. ഓക്കെ, മെയിൽ സൈനിങ് ആയിട്ട് വരുന്നുണ്ട്.
അതിന് ശേഷം നിങ്ങളിവിടെ കണ്ടോ ഗൂഗിൾ ആപ്സ് എന്ന് പറഞ്ഞിട്ട് കോണ്ടാക്ട്സ് എന്ന് പറഞ്ഞിട്ട് എടുക്കുക. കുറച്ച് താഴോട്ട് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ കാണാം കോണ്ടാക്ട്സ് എന്ന് പറഞ്ഞിട്ട് കാണാം. അത് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വിൻഡോയിൽ വന്നു കഴിഞ്ഞാൽ ഇവിടെ ക്രിയേറ്റ് കോണ്ടാക്ട് എന്നെല്ലാം പറഞ്ഞ ഓപ്ഷൻ കാണാം. ഇങ്ങനെ ഇവിടെ നിന്ന് തന്നെ നിങ്ങൾക്ക് ഇൻസ്റ്റൻ്റ് ആയിട്ട് എന്ത് ചെയ്യാം, കോണ്ടാക്റ്റുകൾ ക്രിയേറ്റ് ചെയ്യാം. സിംഗിളായിട്ടും ക്രിയേറ്റ് ചെയ്യാം, മൾട്ടിപ്പിളായിട്ടും ക്രിയേറ്റ് ചെയ്യാം. ഓക്കെ, അപ്പം നമ്മൾ എന്താ സിമ്പിളായിട്ട് എക്സൽ ഫോമിലുള്ള ഫോൺ നമ്പറും പേരും എങ്ങനെയാണ് നമ്മൾ ഇതിലേക്ക് ഇമ്പോർട്ട് ചെയ്ത് നോക്കാം. അപ്പോൾ ഇവിടെ നിങ്ങൾക്കാണ് ഇമ്പോർട്ട് കോണ്ടാക്ട് എന്ന് പറഞ്ഞ ഓപ്ഷൻ കാണാം. അത് ക്ലിക്ക് ചെയ്യാം. അത് ക്ലിക്ക് ചെയ്തിട്ട് എന്ത് ചെയ്യുക, ഇവിടെ നിങ്ങൾക്കാണ് ടു ഇമ്പോർട്ട് കോണ്ടാക്ട് സെലക്ട് എ CSV ഓർ വി കാർഡ് ഫയൽ. അതായത് CSV അല്ലെ വി കാർഡ് എന്ന് പറഞ്ഞ ഫയൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതിലേക്ക് ഇമ്പോർട്ട് ചെയ്യാൻ പറ്റും. അപ്പം നമ്മൾ ഓൾറെഡി ഒരു ഫയൽ സേവ് ചെയ്ത് വെച്ചിട്ടുണ്ട് അല്ലേ, .csv എന്ന് പറഞ്ഞ ഫയൽ സേവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പം നമുക്ക് എടുക്കാം ആ ഫയൽ ഡോക്യുമെൻറ്റ്സിൽ എന്തുണ്ട്, മൈ കോണ്ടാക്ട്സ് എന്ന് പറഞ്ഞിട്ട് സേവ് ചെയ്തിട്ടുണ്ട് അല്ലേ. അത് ഞാൻ സെലക്ട് ചെയ്യും. അപ്പോൾ നിങ്ങൾക്കാണ് ഇവിടെ മൈ കോണ്ടാക്ട്സ് എന്ന് പറഞ്ഞിട്ട് വന്നിട്ടുണ്ട് അല്ലേ, .csv എന്ന് പറഞ്ഞ ഫോർമാറ്റിൽ വന്നിട്ടുണ്ട്. ഇനി ഞാൻ ഒരു ലേബൽ കൊടുക്കുകയാണ്. അതായത് ലേബൽ എന്തിനാണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഗ്രൂപ്പൊക്കെ ചെയ്യാൻ പറ്റും. നിങ്ങൾ കോണ്ടാക്ട് ഗ്രൂപ്പില്ലേ, ഒരു ഗ്രൂപ്പിൻ്റെ അണ്ടറിൽ കുറേ കോണ്ടാക്റ്റുകളാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്താ ഗുണം എന്ന് വെച്ചാൽ നമുക്ക് സോർട്ടായിട്ട് കിട്ടും. അതായത് ഓരോ സെപ്പറേറ്റ് ഗ്രൂപ്പ്, ഇപ്പം നമ്മൾ ഫ്രണ്ട്സിന് വേറൊരു ഗ്രൂപ്പ്, ഫാമിലിക്ക് വേറൊരു ഗ്രൂപ്പ് കൊടുത്തു കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റും, ഫ്രണ്ട്സിനെ മാത്രമേ ആ ഒരു ഗ്രൂപ്പിൻ്റെ അണ്ടറിലുണ്ടാവും. അതേപോലെ ഫാമിലി എന്ന് പറഞ്ഞ ഗ്രൂപ്പിൻ്റെ പേര് എടുത്തു കഴിഞ്ഞാൽ ഫാമിലി എന്ന് പറഞ്ഞിട്ട് ഉണ്ടാവും. ഇപ്പം കാണിച്ചു തരാം. ഓക്കെ, അപ്പം നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇവിടെ ഫ്രണ്ട് എന്ന് പറഞ്ഞിട്ട് സേവ് ചെയ്യാണ്. ഓക്കെ, അപ്പോൾ ഫ്രണ്ട് എന്ന് പറഞ്ഞിട്ട് കൊടുത്തു. അപ്പോൾ ഇവിടെ ഫ്രണ്ട് എന്ന് പറഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി എന്ത് ചെയ്യുക, ഇമ്പോർട്ട് എന്ന് പറഞ്ഞിട്ട് കൊടുക്കുക. ഓക്കെ, അപ്പോൾ നിങ്ങൾക്കാണ് കണ്ടോ എൻ്റെ പേര് നേരത്തെ അവിടെ ടൈപ്പ് ചെയ്ത മൊബൈൽ നമ്പർ എന്തുണ്ട് ഇവിടെ വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് എന്ത് ചെയ്യുന്നത്, നമ്മൾ എക്സലിലെ ഫയൽ നമ്മളൊരു ഗൂഗിൾ കോണ്ടാക്റ്റിലേക്ക് ഇമ്പോർട്ട് ചെയ്യുന്നത്. ഓക്കെ, ഇവിടെ കാണുന്ന നിങ്ങൾക്ക് ഫിനിഷ്ഡ് നോട്ട് ഡൺ എന്ന് പറഞ്ഞിട്ട് മെസ്സേജ് വന്നിട്ടുണ്ട്. ഈ വിൻഡോ ജസ്റ്റ് ക്ലോസ് ചെയ്യാം. ഓക്കെ, അതേപോലെ തന്നെ നിങ്ങൾക്ക് ഇവിടെ നിന്ന് എന്ത് ചെയ്യുക, എക്സ്പോർട്ട് ചെയ്യണം. വേറെയിലേക്ക് എക്സ്പോർട്ട് ചെയ്യേണ്ടിക്ക് എന്താ, എക്സ്പോർട്ട് എന്ന് പറഞ്ഞിട്ട് കൊടുത്തു കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് ഗൂഗിൾ CSVയിലോ വി കാർഡ് ഫയലിലേക്കൊക്കെ കോപ്പി ചെയ്തിട്ട് ഫോണിലേക്ക് എന്ത് ചെയ്യാൻ പറ്റും, എക്സ്പോർട്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, അങ്ങനെയും ചെയ്യാം. അപ്പോൾ അതിലേക്ക് ഞാൻ കിടക്കുന്നില്ല. അപ്പോൾ നമ്മൾ ഇവിടെ ഇമ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്കാണ് ഇവിടെ കണ്ടോ ഫ്രണ്ട് എന്ന് പറഞ്ഞിട്ടൊരു ലേബിൽ വന്ന് ഇവിടെ കാണാം ഫ്രണ്ട്. അപ്പോൾ ഈ ഫ്രണ്ട് എന്ന് പറഞ്ഞാൽ ലേബലിലാണ് എന്ത് ചെയ്യുക, ഈ ഒരു കോണ്ടാക്റ്റ് സേവ് ആയിട്ടുള്ളത്. അപ്പോൾ നിങ്ങളുടെ ഫോണിൽ ഇത് സിങ്ക് ആയി കഴിഞ്ഞാൽ എന്ത് ചെയ്യും, ഈ മെയിൽ വെച്ച് സിങ്ക് ചെയ്ത് കഴിഞ്ഞാൽ ഫ്രണ്ട് എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യും, അവിടെയും വന്നിരിക്കും, ഒരു ഗ്രൂപ്പ് വന്നിരിക്കും. നിങ്ങൾ കോണ്ടാക്ട്സ് എടുത്തു കഴിഞ്ഞാൽ അതിൽ ഗ്രൂപ്പ് എന്ന് പറഞ്ഞ ഓപ്ഷൻ എടുത്ത് പോയി കഴിഞ്ഞാൽ ഫ്രണ്ട് എന്ന് പറഞ്ഞിട്ടൊരു ഗ്രൂപ്പ് ഉണ്ടാവും. ആ ഒരു ഇതിലാണ് എന്തുണ്ടാവുക, ഈ ഒരു കോണ്ടാക്റ്റ് ഉണ്ടാവുക. ഓക്കെ, അപ്പോൾ നിങ്ങൾ എക്സൽ ഫയൽ സേവ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഇവിടെ എന്ത് കൊടുക്കണം, നെയിം എന്ന് പറഞ്ഞ കോളവും അതേപോലെ തന്നെ ഫോൺ നമ്പർ എന്ന് പറഞ്ഞ കോളത്തിനൊക്കെ ഫോൺ എന്ന് പറഞ്ഞിട്ട് മാത്രമേ കൊടുക്കാവൂ. കാരണം പേര് മാറിക്കഴിഞ്ഞാൽ ഇതിലേക്ക് ഫോൺ നമ്പർ കറക്റ്റായിട്ട് വരില്ല. അപ്പോൾ എക്സൽ ഫോമിന്ന് നിങ്ങൾ സേവ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് എക്സലിൽ ടൈപ്പ് ചെയ്യുന്ന കോളത്തിൻ്റെ പേരിന് നെയിം എന്നും അതേപോലെ തന്നെ മൊബൈൽ നമ്പർ കൊടുക്കുന്ന കോളത്തിൻ്റെ ഹെഡിങ് ഫോൺ നമ്പറും പകരം ഫോൺ എന്ന് മാത്രമേ കൊടുക്കാവൂ. വേറെ എന്തെങ്കിലും കൊടുത്തു കഴിഞ്ഞാൽ അവിടെ ഇവിടത്തേക്ക് ഇമ്പോർട്ട് ആയി കഴിഞ്ഞാലും എന്ത് ചെയ്യുക, ഫോൺ നമ്പർ വരാൻ ചാൻസ് കുറവാണ്. അപ്പോൾ ഫോൺ നമ്പർ കറക്റ്റായി വരണ്ടെങ്കിൽ ഫോൺ നമ്പറിൻ്റെ ഹെഡിങ് ഫോൺ എന്ന് പറഞ്ഞിട്ട് തന്നെ കൊടുക്കണം. ഓക്കെ, ഇനി അടുത്തായിട്ട് നമ്മൾ എങ്ങനെയാണ് ഈ ഒരു കോണ്ടാക്റ്റ് ഫോണിലേക്ക് വരുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അടുത്തായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഗൂഗിൾ കോണ്ടാക്ട്സിലെ കോണ്ടാക്ട്സ് എങ്ങനെയാണ് നമ്മൾ ഫോണിലേക്ക് വരുന്നത് നോക്കാം. അതിനായിട്ട് ആദ്യം തന്നെ വേണ്ട നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ ഏത് മെയിലിലാണോ നമ്മൾ കോണ്ടാക്റ്റുകൾ ഇമ്പോർട്ട് ചെയ്തത്, ഓക്കെ, ആ ഒരു മെയിലിൽ വെച്ചിട്ട് എന്ത് ചെയ്യണം, ഈ ഒരു ഫോണിൽ സൈൻ ചെയ്യണം. അപ്പോൾ അതിനായിട്ട് ആദ്യം തന്നെ വേണ്ടത് നമ്മൾ സെറ്റിങ്സ് പോവുക. സെറ്റിങ്സ് പോയിട്ട് അക്കൗണ്ട്സ് എന്ന് പറഞ്ഞിട്ട് സെറ്റിങ്സ് ഉണ്ടാവും അല്ലെ, അക്കൗണ്ട് ആൻഡ് ബാക്കപ്പ് എന്നത് ഓരോ ഫോണിലും ഓരോ ചേഞ്ചസ് മാറ്റങ്ങളുണ്ടാവും. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ട് ഒന്ന് സെർച്ച് ചെയ്ത് നോക്കിയാൽ മതി സെറ്റിങ്സ്. അതിൽ പോവുക, അതിൽ മാനേജ് അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ട് എടുക്കുക. ഓക്കെ, മാനേജ് അക്കൗണ്ട്. അതിലെന്ത് ചെയ്യുക, നമുക്ക് ഗൂഗിൾ അക്കൗണ്ടാണ് ക്രിയേറ്റ് ചെയ്യേണ്ടത് അല്ലേ. അപ്പോൾ ഇവിടെ താഴെ കാണുന്നതൊക്കെ ആഡ് അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ട് ഒരു ഓപ്ഷൻ കാണാം, അതെടുക്കുക. അതിൽ നമുക്ക് ഗൂഗിൾ അക്കൗണ്ടാണ് ക്രിയേറ്റ് ചെയ്യേണ്ടത്.
അപ്പോൾ ഓൾറെഡി ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഗൂഗിൾ അക്കൗണ്ട്. അപ്പോൾ ഗൂഗിൾ അക്കൗണ്ട് എന്നിട്ട് എടുക്കാം. അപ്പോൾ ഗൂഗിൾ അക്കൗണ്ട് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, വെരിഫിക്കേഷൻ ചോദിക്കുന്നതാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ ഫോണിൽ ലോക്കാണെങ്കിൽ അല്ലെങ്കിൽ സെക്യൂരിറ്റി പിൻ ഉണ്ടെങ്കിൽ അത് കൊടുക്കാം, ഇല്ലെങ്കിൽ ഫിംഗർ പ്രിൻ്റ് ഉണ്ടെങ്കിൽ ഫിംഗർ പ്രിൻ്റ് കൊടുക്കും. ഓക്കെ, ഞാൻ എൻ്റെ ഫിംഗർ പ്രിൻ്റ് കൊടുത്തു. ഓക്കെ, അപ്പോൾ നിങ്ങളെ ഇമെയിലും ഐഡിയും വെച്ചിട്ട് കയറുക. ഓക്കെ, ഇമെയിൽ ഐ ഡി കൊടുത്തു, പാസ്വേഡും കൊടുത്തു. ഓക്കെ, അപ്പോൾ ഞാൻ ഇത് ഓൾറെഡി എന്ത് ചെയ്തിട്ടുണ്ട്, അക്കൗണ്ട് സൈൻ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇങ്ങനെയൊരു മെസ്സേജ് വന്നത്, ദിസ് അക്കൗണ്ട് ഓൾറെഡി എക്സിസ്റ്റ് ഓൺ യുവർ ഡിവൈസ്. ഓക്കെ, അപ്പോൾ നിങ്ങൾ എന്താ ഇവിടെ പോയിട്ട് നിങ്ങളെ ഇമെയിൽ ഐ ഡിയും അതേപോലെ തന്നെ പാസ്വേഡും കൊടുക്കുക. അത്രേ വേണ്ടു. അതിന് ശേഷം നിങ്ങൾക്ക് എന്ത് ചെയ്യും, ഇവിടെ ഇങ്ങനെ കാണാം നിങ്ങൾക്ക് എനിത്തിങ് എനി ടൈം നോട്ട് എൻ്റെ മെയിൽ ഐ ഡി, ഞാൻ സൈൻ ചെയ്ത മെയിൽ ഐ ഡി കാണാം, അങ്ങനെ വരും. അതിന് ശേഷം അതിൽ പോയിട്ട് സിങ്ക് അക്കൗണ്ട് എന്ന് പറഞ്ഞ ഓപ്ഷൻ എടുക്കുക. സിങ്ക് അക്കൗണ്ട് എന്ന് പറഞ്ഞ് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം കോൺടാക്റ്റ് എന്ന് പറഞ്ഞിട്ട് അല്ലേ, അത് നിങ്ങൾ ടിക്ക് ചെയ്യുക. അതായത് നിങ്ങൾ കോൺടാക്റ്റ് ആയിട്ട് സിങ്ക് ചെയ്യേണ്ട ഓപ്ഷൻ എനാബിൾ ചെയ്താൽ മാത്രം എന്ത് ചെയ്യും, കോൺടാക്റ്റ് നമ്മളെ ഫോണിലേക്ക് വരും. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം, സിങ്ക് ഓൺ ചെയ്യണം. ഓക്കെ, അപ്പോൾ ബാക്കി കുറേ കാണാൻ ഡ്രൈവ്, ജിമെയിൽ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതിനെക്കുറിച്ചൊന്നും ഞാൻ പറയുന്നത്. ഇപ്പോൾ ഞാൻ കോൺടാക്റ്റ് എന്ന് പറഞ്ഞാൽ സിങ്ക് ചെയ്യേണ്ടതുകൊണ്ട് കോൺടാക്റ്റ് എന്ന് പറഞ്ഞത് അത് ഞാൻ എനാബിൾ ചെയ്യിക്കുകയാണ്. ഓക്കെ, നിങ്ങൾക്ക് ഡിസേബിൾ ചെയ്യണമെങ്കിൽ ഡിസേബിൾ ചെയ്യാം, അല്ലെങ്കിൽ എനാബിൾ ചെയ്താൽ മാത്രം എന്ത് ചെയ്യും, നമ്മളെ കോൺടാക്റ്റ് അതിലേക്ക് വരും. ഓക്കെ, അതിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്യുക, നമ്മളെ ഫോൺ കോൺടാക്ട്സ് ഇല്ലേ അതിൽ പോവുക. കോൺടാക്ട്സ് എന്ന് പറഞ്ഞൊരു ആപ്ലിക്കേഷൻ ഉണ്ടാവും, ഡീഫോൾട്ട് ആയിട്ടുള്ള കോൺടാക്ട്സ്, അതിലേക്ക് പോവുക. അപ്പോൾ നിങ്ങൾക്കാണ് ഇവിടെ കോൺടാക്ട്സ് എന്ന് പറഞ്ഞൊരു ആപ്ലിക്കേഷൻ. ഓക്കെ, അത് ഓപ്പൺ ചെയ്യാം. ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ സൈഡിലായിട്ട് ഓരോ ഫോണിലും പല വിധത്തിലുള്ള ഇൻ്റർഫേസ് ആയിരിക്കും. ഓക്കെ, ഇത് സാംസങ്ങിൻ്റെ ഫോണായതുകൊണ്ട് ഇങ്ങനെയാണ് ഇൻ്റർഫേസ്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാം സൈഡിലായി ലെഫ്റ്റ് സൈഡിലായിട്ടൊരു ഐക്കൺ. ഓക്കെ, അതിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ഇവിടെ ഡിസ്പ്ലേ ചെയ്യേണ്ടത്, അതായത് നിങ്ങൾക്ക് ഏതിലുള്ള കോൺടാക്ട്സ് ആണ് ഡിസ്പ്ലേ ചെയ്യേണ്ടതെന്നുള്ള ഓപ്ഷനാണ്. ഇപ്പോൾ സിം 1ലാണ് ഞാൻ ഉള്ളത്. അപ്പോൾ എൻ്റെ സിം 1ൽ കോൺടാക്ട്സ് ഒന്നും ഇല്ലാത്തതുകൊണ്ടാണ് ഇവിടെ എന്താണ് ബ്ലാങ്ക് ആയിട്ട് കാണിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാം ഓൾ കോൺടാക്ട്സ്, സാംസങ് അക്കൗണ്ട്, ഫോണ്, അങ്ങനെ കുറേ കാണാം. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഏത് അക്കൗണ്ടിലെ കോൺടാക്റ്റാണ് ഇവിടെ കാണേണ്ടതെന്ന് വെച്ചാൽ അത് എന്ത് ചെയ്താൽ മതി, സെലക്ട് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ നിങ്ങളുടെ ഫോണിൽ ഇങ്ങനെ തന്നെ ഓപ്ഷൻ ഉണ്ടാവും. ഓക്കെ, അപ്പോൾ അതിൽ പോയിട്ട് കോൺടാക്റ്റ് ഡിസ്പ്ലേ എന്ന് പറഞ്ഞാൽ അങ്ങനെ ഓരോ ഫോണിലും ഓരോ ഓപ്ഷൻസ് ആയിരിക്കും. അപ്പോൾ നിങ്ങളത് പോയിട്ട് നോക്കുക. ഓക്കെ, കോൺടാക്ട്സിൻ്റെ സെറ്റിങ്സ് പോയി കഴിഞ്ഞാൽ, അതായത് കോൺടാക്ട്സ് ഓപ്പൺ ചെയ്യുക, അതിൻ്റെ അതിൽ സെറ്റിങ്സ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ടാവും. അതെടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ റിലേറ്റഡ് ആയ സെറ്റിങ്സ് കിട്ടും. അതിൽ കോൺടാക്റ്റ് ടു ഡിസ്പ്ലേ എന്നൊക്കെ പറഞ്ഞ ഓപ്ഷൻ ഉണ്ടാവും. അതിൽ പോയി കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു ഓപ്ഷൻ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. ഓക്കെ, അതിൽ എന്നിട്ട് നിങ്ങൾക്ക് നമ്മൾ ഏത് മെയിലാണോ വെച്ച് കയറിയത് ആ മെയിൽ നോക്കേണ്ടോ. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാം ഞാൻ ഓൾറെഡി സൈൻ ചെയ്ത മെയിൽ, ഇതിലേക്കാണ് എന്ത് ചെയ്തത്, എൻ്റെ കോൺടാക്റ്റ് ഞാൻ ഇമ്പോർട്ട് ചെയ്തിരിക്കുന്നത് അല്ലേ. അപ്പോൾ അത് ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് കാണാം എന്ത് ചെയ്തിട്ടുണ്ട്, എൻ്റെ മെയിലിൽ കോൺടാക്റ്റ് ഡിസ്പ്ലേ ചെയ്യുന്നത് കാണാം. കണ്ടോ, ജസ്റ്റ് അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇന്നേ ദിവസം ഇമ്പോർട്ട് ചെയ്ത് എൻ്റെ നമ്പർ അടക്കം കാണിക്കുന്നുണ്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ എന്ത് ചെയ്യുന്നത്, എക്സൽ ഫോമിൽ നിന്ന് നമ്മൾ ഗൂഗിൾ കോൺടാക്ട്സിലേക്ക്, ഗൂഗിൾ കോൺടാക്ട്സിൽ നിന്ന് അതേപോലെ തന്നെ നമ്മളെ ഫോണിലേക്ക് ആക്കി. ഓക്കെ, അപ്പോൾ നിങ്ങളിനി ഈ മെയിൽ വെച്ചിട്ട് വേറൊരു ഫോണിൽ അല്ലെങ്കിൽ വേറൊരു ഡിവൈസിൽ ലോഗിൻ ചെയ്ത് കഴിഞ്ഞാലും അല്ലെങ്കിൽ കമ്പ്യൂട്ടർ ലോഗിൻ ചെയ്താൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ കോൺടാക്ട്സ് കാണാൻ പറ്റും. ഈ ഒരു മെയിൽ വെച്ച് കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കോൺടാക്ട്സ് കിട്ടുന്നതായിരിക്കും. നിങ്ങൾക്ക് കോൺടാക്ട്സ് നഷ്ടപ്പെട്ടു പോകുന്നുള്ളൊരു പേടി ഇനി വേണ്ട. അപ്പം ഇങ്ങനെ ചെയ്താൽ മതി. ഓക്കെ, അതേപോലെ തന്നെ നിങ്ങൾക്ക് ഇതിൽ കുറേ ഓപ്ഷൻസ് ഉണ്ട്. നിങ്ങൾക്ക് എന്ത് ചെയ്യാം, മാനേജ് കോൺടാക്ട്സ് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളെ സിമ്മിൽ, ഇപ്പോൾ ഓൾറെഡി നിങ്ങളുടെ സിമ്മിലാണ് നിങ്ങൾ എന്ത് ചെയ്യുന്നത്, നിങ്ങളുടെ കോൺടാക്ട്സും കാര്യങ്ങളൊക്കെ സേവ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അല്ലെങ്കിൽ ഫോണിലാണ് സേവ് ചെയ്തിരിക്കുന്നത്, നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അങ്ങോട്ട് ഇമ്പോർട്ട് എക്സ്പോർട്ട് എന്ന് പറഞ്ഞ ഓപ്ഷൻസ് ഒക്കെ ഇവിടെ കാണാം നിങ്ങൾക്ക്. ഓക്കെ, എല്ലാ ഫോണിലും, ആൻഡ്രോയിഡിൽ നിന്ന് എല്ലാ ഫോണിലും ഇങ്ങനെ ഓപ്ഷൻ ഉണ്ടാവും. അപ്പോൾ നിങ്ങൾ കോൺടാക്ട്സ് എടുക്കുക, അതിൽ പോയി കഴിഞ്ഞാൽ ഇങ്ങനത്തെ ഓപ്ഷൻസ് കാണാം. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ നിന്ന് എന്ത് ചെയ്യാം, നിങ്ങളെ ഫോണിൽ നിന്ന് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇമെയിലിലേക്ക് ഇമ്പോർട്ട് ചെയ്യണം. അപ്പോൾ ഇമ്പോർട്ട് ടു ഓർ എക്സ്പോർട്ട് എന്ന് പറഞ്ഞ ഓപ്ഷൻ എടുക്കുക. അതിൽ നിങ്ങൾക്കാണ് ഇമ്പോർട്ട് കോൺടാക്ട്സ് ഫ്രം യുവർ സിം കാർഡ് ഓർ വി കാർഡ് ഫയൽ, എക്സ്പോർട്ട് ടു കോൺടാക്ട് ടു സിം കാർഡ് ഓർ വി കാർഡ് ഫയൽ. അങ്ങനെ നിങ്ങൾക്ക് എക്സ്പോർട്ട് ഇമ്പോർട്ട് ഇവിടെ നിന്ന് തന്നെ ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഷെയർ കൂടി ചെയ്യുക. താങ്ക് യു.